أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ജുമാ ഖുത്ബയുടെ അവസാനത്തിൽ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചില ഉദ്ധരണികൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി ഉദ്ധരണികൾ കേൾപ്പിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിസ്സംശയം ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖും ഉമർ ഫാറൂഖും അള്ളാഹുവിന് വേണ്ടി ഉയർന്ന കൊടുമുടികൾ താണ്ടിയ സംഘത്തിൻ്റെ നേതാക്കളായിരുന്നു. അവർ പരിഷ്കൃതരെയും അപരിഷ്കൃതരെയും സത്യത്തിലേക്ക് ക്ഷണിച്ചു. എത്രത്തോളമെന്നാൽ അവരുടെ ക്ഷണം വിദൂര ദേശങ്ങളിലേക്കും വ്യാപിച്ചു. ഇവരുടെ രണ്ടുപേരുടെയും ഖിലാഫത്തിൽ ഇസ്ലാമിന് വളരെയധികം സൽഫലങ്ങൾ ലഭിക്കുകയും വിവിധങ്ങളായ വിജയങ്ങളുടെയും സഫലതകളുടെയും സുഗന്ധം കൊണ്ട് സുഗന്ധപൂരിതമാക്കപ്പെട്ടു. ഇസ്ലാം സിദ്ദീഖ് അക്ബറിൻ്റെ കാലത്തിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങളുടെ അഗ്നിയിൽ വളയപ്പെട്ടു. കൊള്ളസംഘങ്ങൾ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ ജമാഅത്തിന് മേൽ ആക്രമണം നടത്തി അതിനെ കൊള്ളയടിച്ച് വിജയഭേരി മുഴക്കുവാൻ തുനിയുകയായിരുന്നു. അപ്പോൾ ഹദ്റത്ത് അബൂബക്കറിൻ്റെ സിദ്ഖ് കാരണം പ്രതാപവാനായ അള്ളാഹു ഇസ്ലാമിനെ സഹായിക്കാനെത്തി. അഗാധമായ ഗർത്തത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ധനത്തെ പുറത്തെടുത്തു. അങ്ങനെ ഇസ്ലാം അധപ്പതനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് തിരിച്ചു വന്നു. നീതിയോടെ നോക്കുകയാണെങ്കിൽ നാം സഹായിക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ വകവയ്ക്കാതിരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നിന്റെ നേതാവും യജമാനനെയും സഹായിക്കുകയും നിന്റെ ദീനിനെയും ഗ്രഹത്തെയും സംരക്ഷിക്കുകയും അള്ളാഹുവിനു വേണ്ടി നല്ലത് ആഗ്രഹിക്കുകയും നിന്നോട് പ്രതിഫലം ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്ത വ്യക്തിയിൽ നിന്ന് നീ മുഖം തിരിക്കാതിരിക്കുക. ഇത് വളരെ അത്ഭുതാവഹമായ കാര്യമാണ്. സിദ്ദീഖ് അക്ബറിൻ്റെ ജീവിതത്തെ എങ്ങനെ വിരോധം വെച്ച് പുലർത്താനാകും? യാഥാർത്ഥ്യമെന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ ഗുണങ്ങൾ സൂര്യനെപ്പോലെ തിളങ്ങുന്നതാകുന്നു. സംശയമന്യേ ഓരോ വിശ്വാസിയും അദ്ദേഹം നട്ട മരത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കുന്നവനും അദ്ദേഹം പഠിപ്പിച്ച ജ്ഞാനങ്ങളിൽ നിന്ന് അനുഗ്രഹം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അദ്ദേഹം നമുക്കും നമ്മുടെ ദീനിനും യാഥാർത്ഥ്യവും വ്യാജവും തമ്മിലുള്ള തിരിച്ചറിവും നമ്മുടെ ഭൗതികതയ്ക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്തു. ആരാണോ അദ്ദേഹത്തെ നിഷേധിക്കുന്നത് അവർ കള്ളം പറയുകയും നാശത്തെയും ശൈത്താനെയും കണ്ടുമുട്ടുകയും ചെയ്യുന്നു. പറയുന്നു, ആരാണോ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ച് അനിശ്ചിതത്വത്തിലുള്ളത് അവർ മനഃപൂർവ്വം തെറ്റ് ചെയ്തവരാകുന്നു. അവർ ധാരാളമുള്ള ജലത്തെ വളരെ കുറച്ചാണെന്ന് മനസ്സിലാക്കി. അവർ കോപത്താൽ മുന്നോട്ട് വന്ന് പ്രഥമ സ്ഥാനത്തെ ആദരണീയനും ബഹുമാന്യനുമായ വ്യക്തിയെ പുച്ഛിച്ചിരിക്കുന്നു. പറയുന്നു, ഹദ്റത്ത് സിദ്ദീഖിൻ്റെ പരിശുദ്ധ വ്യക്തിത്വം അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ആർദ്രതയുടെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും കേദാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം സത്യസന്ധതയിലും പരിശുദ്ധിയിലും തികവുറ്റതായിരുന്നു. അദ്ദേഹം അള്ളാഹുവിലേക്ക് എല്ലാം വിച്ഛേദിച്ചവനായിരുന്നു. അദ്ദേഹം സ്വേച്ഛയിൽ നിന്നും അതിൻ്റെ അഭിരുചികളിൽ നിന്നും തികച്ചും ഒഴിഞ്ഞവനും സ്വാർത്ഥതയിൽ നിന്നും അതിൻ്റെ വികാരങ്ങളിൽ നിന്നും പൂർണ്ണമായും ദൂരപ്പെട്ടവനുമായിരുന്നു. അദ്ദേഹം ഏറ്റവുമധികം ഭൗതിക വിരക്തിയുള്ള ആളുമായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് നന്മ മാത്രമാണ് വെളിപ്പെട്ടത്. അദ്ദേഹത്തിൽ നിന്ന് വിശ്വാസികൾക്ക് വിജയവും അഭിവൃദ്ധിയും മാത്രമാണ് പ്രകടമായത്. അദ്ദേഹം പ്രയാസവും ദുഃഖവും നൽകുന്നവരുടെ ആരോപണങ്ങളിൽ നിന്നും തികച്ചും പരിശുദ്ധനായിരുന്നു. അതുകൊണ്ട് ആഭ്യന്തര കലഹങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം
അതിനെയെല്ലാം നന്മയിലേക്ക് മാറ്റുക. നിനക്കറിയാമോ, അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ കൽപ്പനകളും സന്തോഷവും കരസ്ഥമാക്കുവാൻ വേണ്ടി തൻ്റെ ശ്രദ്ധ തൻ്റെ മക്കളിലേക്കല്ല തിരിച്ചത്. അതായത് അവരെ സമ്പന്നരും അതല്ലെങ്കിൽ അവരെ തൻ്റെ സമ്പത്തിൻ്റെ ഭാഗവുമാക്കിയില്ല. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് തൻ്റെ ആവശ്യത്തിനുള്ള അത്ര മാത്രമേ പങ്കുപറ്റിയുള്ളൂ. എന്നിരിക്കെ അദ്ദേഹം റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബത്തിന് മേൽ ആക്രമണം കാണിച്ചു എന്ന് എങ്ങനെ പറയാൻ കഴിയും? അള്ളാഹു സിദ്ദീഖ് അക്ബറിന് മേൽ കാരുണ്യം വർഷിക്കുമാറാകട്ടെ. അദ്ദേഹം ഇസ്ലാമിനെ ജീവിപ്പിക്കുകയും കപടന്മാരെ കൊല്ലുകയും ഖിയാമത്ത് വരേക്കും തൻ്റെ നന്മയുടെ അനുഗ്രഹങ്ങളെ നിലനിർത്തുകയും ചെയ്തു. അദ്ദേഹം ഏറെ കരയുന്നവനും അള്ളാഹുവിനു വേണ്ടി എല്ലാം ത്യജിച്ചവനുമായിരുന്നു. ദുആകളിൽ ഏറെ താഴ്മ കാണിക്കുന്നവനും അള്ളാഹുവിൻ്റെ സവിധത്തിൽ വീണു കിടക്കുന്നവനും അവൻ്റെ പടിവാതിൽക്കൽ താഴ്മയോടുകൂടി കുനിയുന്നവനും അവൻ്റെ കൊന്തലയെ മുറുകെ പിടിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു. അദ്ദേഹം സുജൂദിലായിരിക്കുമ്പോൾ ദുആകളിൽ ഏറെ ശക്തി ചെലുത്തിയിരുന്നു. തിലാവത്ത് ചെയ്യുമ്പോൾ കരയുമായിരുന്നു. അദ്ദേഹം തീർച്ചയായും ഇസ്ലാമിൻ്റെയും പ്രവാചകന്മാരുടെയും അഭിമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ പ്രകൃതം സൃഷ്ടികുലോത്തമനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രകൃതവുമായി ഏറെ സാമീപ്യമുള്ളതായിരുന്നു. അദ്ദേഹം നുബുവത്തിൻ്റെ സുഗന്ധത്തെ സ്വാംശീകരിക്കുന്നതിന് തയ്യാറായവരിൽ പ്രഥമനായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഖിയാമത്ത് പോലെയുള്ള ആത്മീയ വിപ്ലവം സംജാതമായപ്പോൾ അദ്ദേഹം അത് ദർശിക്കുന്നവരിൽ ഏറ്റവും പ്രഥമനായിരുന്നു. അദ്ദേഹം മാലിന്യങ്ങൾ കൊണ്ട് മലീമസമായ പുതപ്പുകളെ പരിശുദ്ധമാക്കി മാറ്റുന്നവരിൽ ഒന്നാമനായിരുന്നു. പ്രവാചകന്മാരുടെ നിരവധി ഗുണങ്ങളാൽ അദ്ദേഹം പ്രവാചകന്മാരെ പോലെയായിരുന്നു. നമുക്ക് വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെക്കുറിച്ചല്ലാതെ മറ്റൊരു സഹാബിയെക്കുറിച്ചുള്ള പരാമർശവും ഊഹാപോഹങ്ങൾ വെച്ചു പുലർത്തുന്നവർക്ക് അതീതമായി കൃത്യമായും ഉറപ്പായും കാണപ്പെടുന്നില്ല. ഊഹങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന് മുന്നിൽ യാതൊരു പ്രസക്തിയുമില്ല. മാത്രമല്ല, സത്യാന്വേഷകർക്ക് അത് തൃപ്തി നൽകുന്നതുമല്ല. അദ്ദേഹത്തോട് ശത്രുത പുലർത്തുന്ന വ്യക്തിക്കും സത്യത്തിനുമിടയിൽ ഒരു അടഞ്ഞ കവാടം തടസ്സമായി കിടക്കുന്നു. അത് സിദ്ദീഖുമാരുടെ നേതാവിലേക്ക് തിരിയാതെ തുറക്കപ്പെടുന്നതല്ല. വീണ്ടും പറയുന്നു, സിദ്ദീഖിൻ്റെ സൃഷ്ടിപ്പ് അനുഗ്രഹങ്ങളുടെ ഉറവിടത്തിലേക്ക് ശ്രദ്ധ തിരിയാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് മുഖം തിരിക്കാനുള്ള രൂപത്തിലുമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നുബുവത്തിൻ്റെ സവിശേഷതകളുടെ പ്രകടനത്തിൽ എല്ലാ മനുഷ്യന്മാരെക്കാളും കൂടുതൽ അർഹതയുള്ളവനായിരുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാകാൻ ഏറ്റവും പ്രഥമനായിരുന്നു. അദ്ദേഹം തൻ്റെ യജമാനനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ഏറ്റവും അധികം ഐക്യവും താദാത്മ്യവും പ്രാപിക്കാൻ അർഹനായിരുന്നു. മാത്രമല്ല, അദ്ദേഹം തിരുനബിയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും സ്വാംശീകരിക്കാൻ വ്യക്തിഗതവും അല്ലാത്തതുമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതീകമായിരുന്നു. എത്രത്തോളമെന്നാൽ വാളുകളുടെയോ അമ്പുകളുടെയോ സമ്മർദ്ദങ്ങൾ കൊണ്ട് അവർക്കിടയിൽ ഉള്ള ബന്ധം ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എല്ലാ സമയത്തും ആ അവസ്ഥയിൽ തന്നെ നിലകൊണ്ടു. പ്രയാസങ്ങളും ഭയപ്പെടുത്തുന്ന അവസ്ഥകളും ശാപവർഷങ്ങളും ഒന്നും തന്നെ അദ്ദേഹത്തെ പരിഭ്രാന്തനാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ സത്യസന്ധതയും പരിശുദ്ധിയും സ്ഥൈര്യവും ദൈവഭയവും ഉണ്ടായിരുന്നു. എല്ലാ ലോകവും മുർത്തതാകുകയാണെങ്കിലും അദ്ദേഹം അത് ഗൗനിക്കുമായിരുന്നില്ല, പിന്മാറുകയും ചെയ്തിരുന്നില്ല. മറിച്ച് സദാസമയവും തൻ്റെ ചുവടുകൾ മുന്നോട്ട് തന്നെ വച്ചു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നബിമാർക്ക് തൊട്ടുശേഷം സിദ്ദീഖുമാരുടെ സ്മരണയെ വെച്ചത്. പറയുന്നു, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ ആയത്തിൽ സിദ്ദീഖ് അക്ബറിനെയും അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് മേലുള്ള ശ്രേഷ്ഠതയെയും സൂചിപ്പിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരു സഹാബിയെയും സിദ്ദീഖ് എന്ന് പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും മഹാത്മ്യവും വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ആയതിനാൽ ചിന്താശീലരെ പോലെ ചിന്തിക്കുക. ഈ ആയത്തിൽ സാലിക്കുമാർക്ക് ഉന്നതമായ പദവികളും അത് പ്രാപിക്കുന്നവർക്ക് ഒരു വലിയ സൂചനയുമുണ്ട്. നാം ഈ ആയത്തിനെക്കുറിച്ച് ചിന്തിച്ചു. അതിൻ്റെ പാരമ്യതയിൽ എത്തിച്ചപ്പോൾ വ്യക്തമായതെന്തെന്നാൽ ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പൂർണതകളിലേക്ക് ഒരു വലിയ തെളിവാകുന്നു എന്നാണ്. ഇതിൽ അഗാധമായ രഹസ്യമുണ്ട്. അത് ദൃഢജ്ഞാനത്തിലേക്ക് ചായുന്നവർക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിശുദ്ധ അധരത്താൽ സിദ്ദീഖ് എന്ന സ്ഥാനം നൽകപ്പെട്ടത്
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സിദ്ദീഖുമാരെ പ്രവാചകന്മാരുമായി ചേർത്തിരിക്കുന്നു എന്നതും ബുദ്ധിമാന്മാരിൽ നിന്ന് ഗോപ്യമായ സംഗതിയല്ല. നമുക്ക് സഹാബാക്കളിൽ മറ്റാരെക്കുറിച്ചും ഈ സ്ഥാനവും ബഹുമതിയും അനുയോജ്യമാണെന്ന് കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഈ വിശ്വസ്തനായ സിദ്ദീഖിന്റെ മഹിമ സ്ഥാപിതമാകുന്നു. കാരണം നബിമാർക്ക് ശേഷം അദ്ദേഹത്തിന്റെ പേരാണ് പരാമർശിച്ചിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നു, ഇബ്നു ഖുൽദൂൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസങ്ങൾ അധികരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഹാലസ്യപ്പെടുകയും ചെയ്തപ്പോൾ തിരുനബിയുടെ സഹധർമ്മിണിമാരും കുടുംബക്കാരായ അബ്ബാസും അലിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരുമിച്ചുകൂടി. അങ്ങനെ നമസ്കാര സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിനോട് നമസ്കരിപ്പിക്കാൻ വേണ്ടി പറയുക. ഇബ്നു ഖുൽദൂൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വസിയത്തുകൾ ചെയ്തതിന് ശേഷം പറഞ്ഞു, അബൂബക്കറിൻ്റേത് ഒഴികെ മസ്ജിദിലേക്കുള്ള എല്ലാ കവാടങ്ങളും അടയ്ക്കുക. കാരണം ഞാൻ സഹാബാക്കളിൽ നന്മയുടെ കാര്യത്തിൽ മറ്റാരെയും തന്നെ അബൂബക്കറിനേക്കാളും ശ്രേഷ്ഠനായി കരുതുന്നില്ല. വീണ്ടും പറയുന്നു, ഇബ്നു ഖുൽദൂൻ പറയുകയാണ്, അബൂബക്കർ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് പുതപ്പ് മാറ്റി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തെണ്ടമായിരിക്കട്ടെ. അള്ളാഹു താങ്കൾക്ക് വെച്ചിട്ടുള്ള മരണത്തിൻ്റെ രുചി അങ്ങ് അനുഭവിച്ചിരിക്കുന്നു. ഇനി ഇതിനുശേഷം അങ്ങേക്ക് മരണമുണ്ടാകുന്നതല്ല. പറയുന്നു, ഹദ്രത്ത് അബൂബക്കറിനു മേൽ അള്ളാഹുവിൻ്റെ അനിതര സാധാരണമായ ഔദാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഏറെ അടുപ്പം ഉണ്ടായിരുന്നതിനാൽ ലഭ്യമായിരുന്ന പ്രത്യേകതകളും എത്രത്തോളമായിരുന്നു എന്നാൽ ഇബ്നു ഖുൽദൂൻ പറയുന്നത് പോലെ അബൂബക്കറിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അതേ മരണശയ്യയിലാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ഖബറും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബർ പോലെ സമമാകുകയുണ്ടായി. സഹാബാക്കൾ അദ്ദേഹത്തിൻ്റെ ഖബറിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുക്കൽ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ശിരസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തോളുകൾക്ക് സമാനമാക്കി വെച്ചു. അദ്ദേഹത്തിൻ്റെ അവസാന വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു, അള്ളാഹുവേ, നീ എന്നെ മുസ്ലിമായ അവസ്ഥയിൽ മരിപ്പിക്കണമേ, എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നു, അബൂബക്കർ ദൈവികമായ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹം അന്ധകാരങ്ങൾക്ക് ശേഷം ഇസ്ലാമിക മുഖത്തിന് പ്രകാശമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമവും എന്തായിരുന്നു എന്നാൽ ഇസ്ലാം ഉപേക്ഷിച്ചവരെ അദ്ദേഹം നേരിട്ടു. സത്യനിഷേധികളുമായി അദ്ദേഹം യുദ്ധം ചെയ്തു. ഇസ്ലാമിക ഭവനത്തിൽ പ്രവേശിച്ചവരോട് സൗമ്യതയും വാത്സല്യവും പ്രകടിപ്പിച്ചു. അദ്ദേഹം ഇസ്ലാമിക പ്രചാരണത്തിൽ കഷ്ടതകൾ അനുഭവിച്ചു. അദ്ദേഹം സൃഷ്ടിജാലങ്ങൾക്ക് വിലപ്പെട്ട മുത്താണ് സമ്മാനിച്ചത്. തൻ്റെ അനുഗ്രഹീതമായ ഉറച്ച തീരുമാന മുഖേന അപരിഷ്കൃതർക്കും സംസ്കാരം പഠിപ്പിച്ചു. ഒട്ടകം മേച്ച് നടന്നവർക്ക് അന്നപാനീയങ്ങൾ കഴിക്കുന്നതിൻ്റെയും കൂടിക്കാഴ്ചകളുടെയും മര്യാദകളും നന്മയുടെ വഴികളിലേക്കുള്ള അന്വേഷണവും യുദ്ധങ്ങളിൽ ധൈര്യവും ആവേശവും കാണിക്കുന്ന മാർഗങ്ങളും പഠിപ്പിച്ചു. അദ്ദേഹം എല്ലാ ഭാഗത്തും നൈരാശ്യം കണ്ടപ്പോൾ ആരോടും യുദ്ധത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞില്ല. മറിച്ച് തൻ്റെ എതിരിൽ വരുന്നവരെ ആയുധവുമായി നേരിട്ടു. ധൈര്യമില്ലാത്തവരും രോഗിയുമായ ആളുകൾ പിന്തിരിപ്പിക്കപ്പെടുന്നതുപോലെ ചിന്താഗതികൾ അദ്ദേഹത്തെ വഴിതെറ്റിച്ചില്ല. എല്ലാ കുഴപ്പങ്ങളുടെയും പ്രയാസങ്ങളുടെയും സന്ദർഭത്തിൽ അദ്ദേഹം മദീനയിലുള്ള റിസ്വാ മലയേക്കാളും ധൈര്യവും കാണിച്ചു ഉറച്ചു നിന്നു. വ്യാജ നുബുവത്വവാദം ഉന്നയിച്ചവരെല്ലാം അദ്ദേഹം നശിപ്പിച്ചു. അള്ളാഹുവിനെ മുൻനിർത്തി സകല ബന്ധങ്ങളെയും വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ സന്തോഷവും ഇസ്ലാമിൻ്റെ മേൽക്കോയ്മയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഗമിക്കുന്നതിലുമായിരുന്നു. അത് ആയതിനാൽ തങ്ങളുടെ ദീനിനെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവൻ ഹദ്രത്ത് അബൂബക്കറിൻ്റെ കോന്തലയെ പിടിക്കുകയും അനാവശ്യ വർത്തമാനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യട്ടെ. പറയുന്നു, ഞാൻ പറഞ്ഞതെല്ലാം സ്വേച്ഛകളെ പിന്തുടരുന്ന വ്യക്തിയെപ്പോലെയോ പൂർവ്വപിതാക്കളുടെ ചിന്താഗതികളെ പിന്തുടരുന്നവരെയോ പോലെയല്ല. മറിച്ച് എൻ്റെ കാലുകൾ ചുവടുവെക്കാനും എൻ്റെ തൂലിക എഴുതാനും തുടങ്ങിയപ്പോൾ മുതൽ തന്നെ എനിക്കിഷ്ടമായിരുന്നത് ഞാൻ ഗവേഷണത്തെ എൻ്റെ മാർഗവും വിശകലനത്തെ എൻ്റെ ലക്ഷ്യവുമാക്കണമെന്നതായിരുന്നു. ഞാൻ നല്ലപോലെ ഗവേഷണം നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ കാര്യത്തെയും ആഴത്തിൽ മനസ്സിലാക്കുകയും വിജ്ഞാനതലത്തിൽ മുന്തിയവരോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ ഞാൻ സിദ്ദീഖെ അക്ബറിനെ തീർച്ചയായും സിദ്ദീഖാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഗവേഷണങ്ങളിലൂടെ എനിക്ക് വ്യക്തമാക്കപ്പെട്ടത് എന്തെന്നാൽ ഞാൻ അദ്ദേഹത്തെ ഇമാമുമാരുടെ ഇമാമായും ദീനിൻ്റെയും
ഉമ്മത്തിൻ്റെയും വിളക്കായും കണ്ടു. അപ്പോഴാണ് ഞാൻ അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ കടിഞ്ഞാണിൽ മുറുകെ പിടിച്ചത്, അദ്ദേഹത്തിൻ്റെ സമാധാനത്തിൽ അഭയം കണ്ടെത്തിയത്. സ്വാലിഹീങ്ങൾ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം കരസ്ഥമാക്കാൻ ആഗ്രഹിച്ചു. ആയതിനാൽ റഹീമായ അള്ളാഹു എനിക്ക് മേൽ കരുണ ചൊരിഞ്ഞു, അഭയം നൽകി, എന്നെ പിന്തുണക്കുകയും എനിക്ക് ശിക്ഷണം നൽകുകയും ചെയ്തു. എന്നെ ആദരണീയരിൽ ഉൾപ്പെടുത്തി. മാത്രമല്ല, അവൻ തൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എന്നെ ഈ കാലഘട്ടത്തിൻ്റെ മുജദ്ദിദും വാഗ്ദത്ത മസീഹും ആക്കി. എന്നെ മുൽഹമീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നിൽ നിന്ന് ദുഃഖങ്ങൾ അകറ്റി എനിക്ക് ലോകത്ത് ആർക്കും നൽകപ്പെടാത്ത ആഗ്രഹങ്ങൾ നൽകി. ഇതെല്ലാം എനിക്ക് ലഭിച്ചത് നിരക്ഷരനായ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായും അദ്ദേഹത്തിൻ്റെ സാമീപ്യമുള്ളവരുമായുമുള്ള അനുരക്തി കൊണ്ടാണ്. അള്ളാഹുവേ, നീ നിന്റെ പ്രവാചക ശ്രേഷ്ഠനും ഖാത്തുമുൻ നബിയീനും സകല മനുഷ്യരെക്കാളും ഉത്തമനുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ അനുഗ്രഹാശിസ്സുകൾ വർഷിക്കണമേ. അള്ളാഹുവാണ് ഹദ്രത്ത് അബൂബക്കർ ഹറമൈനിലും തൻ്റെ ഖബറുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെയാകുന്നു. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഖബർ എന്ന ഗുഹയാകുന്നു. അതിൽ അദ്ദേഹം പരിഭ്രമാവസ്ഥയിലും മരണപ്പെട്ട വ്യക്തിയെപ്പോലെയും അഭയം പ്രാപിച്ചു. രണ്ടാമത്തെ ഖബർ മദീനയിലുള്ള റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഖ്ബറയാകുന്നു. അതുകൊണ്ട് സിദ്ദീഖ് അക്ബറിൻ്റെ സ്ഥാനത്തെ മനസ്സിലാക്കുക. നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിനെയും വിശുദ്ധ ഖുർആനിലൂടെ സുശക്തമാക്കി. ഏറ്റവും ഉന്നതമായ വിവരണത്തിലൂടെ അദ്ദേഹത്തെ ശ്ലാഘിച്ചു. തീർച്ചയായും അദ്ദേഹം അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെട്ടവനും അവൻ്റെ പ്രിയപ്പെട്ടവനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉന്നതമായ സ്ഥാനത്തെ അപഹസിക്കാൻ ബുദ്ധിമാന്യമുള്ള ഒരുത്തനല്ലാതെ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിലൂടെ ഇസ്ലാമിൽ നിന്ന് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അകറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അഭ്യുന്നതിയിലൂടെ മുസ്ലിങ്ങളുടെ സൗഭാഗ്യം പാരമ്യതയിലെത്തി. മനുഷ്യകുലോത്തമൻ്റെ ഈ സിദ്ദീഖ് അക്ബർ ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിൻ്റെ സ്തംഭം തകർക്കപ്പെട്ടേനെ. അദ്ദേഹം ഇസ്ലാമിനെ നിസ്സഹായനും ദുർബലനുമായ ഒരു വ്യക്തിയെപ്പോലെ കണ്ടു. അങ്ങനെ അദ്ദേഹം പ്രണിതപ്രജ്ഞനെപ്പോലെ അതിൻ്റെ സൗന്ദര്യവും മേന്മയും പുനഃസ്ഥാപിക്കാൻ എഴുന്നേറ്റു. കൊള്ളയടിക്കപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ തൻ്റെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിയുന്നത് പോലെ സക്രിയമായി. അങ്ങനെ ഇസ്ലാം അതിൻ്റെ സന്തുലിതമായ രൂപത്തിലേക്കും തിരക്കുമേറിയ മുഖപ്രഭാവത്തോടുകൂടിയും പരിശുദ്ധമായ ജലം പോലെയും തിരിച്ചെത്തി. ഇതെല്ലാം സംഭവിച്ചത് വിശ്വസ്തനായ ആ ദാസനിലൂടെ തന്നെയായിരുന്നു. അദ്ദേഹം വ്യക്തിത്വത്തെ മണ്ണോട് ചേർത്ത് അവസ്ഥകളെ മാറ്റി റഹ്മാനായ അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും കാക്ഷിച്ചില്ല. ഈ അവസ്ഥയിലാണ് രാപ്പകലുകൾ അദ്ദേഹത്തിന് മേൽ വന്നത്. അദ്ദേഹം ദ്രവിച്ച എല്ലുകൾക്ക് ജീവൻ നൽകുന്നവനും പ്രയാസങ്ങളെ അകറ്റുന്നവനും മണലാരണ്യത്തിലെ മധുരക്കനികൾ കായ്ക്കുന്ന വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നവനുമായിരുന്നു. സ്വച്ഛമായ ദൈവീക സഹായം അദ്ദേഹത്തിന് ലഭ്യമായി. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യതീരേഖത്തിലാണ് സംഭവിച്ചത്. ഇനി നാം ഏകനായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അനുഭവ സാക്ഷ്യങ്ങൾ വിവരിക്കാം. അതിലൂടെ നിനക്ക് അദ്ദേഹം ശക്തമായ കൊടുങ്കാറ്റ് കണക്കെ ഉയർന്ന ഫിത്നകളെയും കത്തിയമർത്തുന്ന തീജ്വാലകളുടെ പ്രയാസങ്ങളെയും എങ്ങനെയാണ് അദ്ദേഹം യുദ്ധത്തിൽ നിപുണനായ ശരമെയ്ത്തുകാരെയും വാൾപ്പയറ്റുകാരെയും പരാജയപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ആന്തരികമായ അവസ്ഥകൾ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിലൂടെ വ്യക്തമാകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ ഗുണങ്ങളുടെ യാഥാർത്ഥ്യം സാക്ഷ്യപ്പെടുത്തുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മുത്തഖിമാരുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെയും പര്യവസാനമാകട്ടെ. അള്ളാഹു തൻ്റെ ഈ പ്രിയപ്പെട്ടവർ നിമിത്തം നമുക്ക് മേലും കരുണ ചൊരിയുമാറാകട്ടെ. അല്ലയോ അനുഗ്രഹങ്ങളുടെയും ഔദാര്യങ്ങളുടെയും ഉടമസ്ഥനായ നാഥ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീ ഏറ്റവും അധികം കരുണ ചൊരിയുന്നവനും കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും അത്യുന്നതനുമാകുന്നു. അദ്ദേഹം വീണ്ടും പറയുന്നു, ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖിൻ്റെ മാതൃക എപ്പോഴും അവലംബിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ശത്രുക്കളായ ഖുറൈശികൾ എല്ലാ ഭാഗത്തും ദ്രോഹിക്കാൻ തയ്യാറായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കാൻ പദ്ധതിയിട്ടു. ആ കാലഘട്ടം ഏറെ പരീക്ഷണങ്ങളുടേതായിരുന്നു. ആ സമയത്ത് ഹദ്രത്ത് അബൂബക്കർ സത്യത്തിൻ്റെ സുഹൃത്തായി മാറി. അതിന് തത്തുല്യമായത് ലോകത്ത് കാണുകയില്ല. ഈ കഴിവും ശക്തിയും സത്യസന്ധമായ വിശ്വാസം കൂടാതെ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യമല്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, താങ്കളുടെ തലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക.
ഇങ്ങനെയുള്ള വല്ല പരീക്ഷണവും നമുക്ക് മേൽ ഉണ്ടാകുകയാണെങ്കിൽ എത്ര പേർ കൂടെ നിൽക്കാൻ തയ്യാറാകും? ഉദാഹരണമായി, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരൊക്കെയാണ് ഈ വ്യക്തിക്ക് ബയ്യത്ത് ചെയ്തത് എന്ന് അന്വേഷണം തുടങ്ങിയാൽ എത്ര പേർ ഞങ്ങൾ ബയ്യത്ത് ചെയ്തവരിൽ ഉൾപ്പെടുന്നു എന്ന് ധൈര്യത്തോടെ പറയും? എനിക്കറിയാം, ഇതെല്ലാം കേൾക്കുമ്പോൾ ചില ആളുകളുടെ കൈകാലുകൾ മരവിച്ചു പോകുന്നതാണ്. അവർക്ക് ഉടൻ തന്നെ തങ്ങളുടെ സ്വത്തുക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അതെല്ലാം ഉപേക്ഷിക്കണമല്ലോ എന്ന ചിന്തയാണ് ഉണ്ടാകുക. അദ്ദേഹം പറയുന്നു, പ്രയാസഘട്ടങ്ങളിൽ കൂടെ നിൽക്കുക എന്നത് എപ്പോഴും പരിപക്വമായി ഈമാനുള്ളവരുടെ കർമ്മമാകുന്നു. അതുകൊണ്ട് കർമ്മപരമായ നിലയിൽ വിശ്വാസം ഉള്ളിലേക്ക് കയറാതെ വെറും വാക്കുകൾ കൊണ്ട് ഒന്നും ഉണ്ടാകുന്നതല്ല, ഒഴിവുകഴിവുകൾ ദൂരെയാകുന്നതുമല്ല. കർമ്മപരമായ നിലയിൽ പ്രയാസങ്ങളുടെ ഘട്ടമുണ്ടാകുന്നു. ധൈര്യത്തോടെ നിൽക്കുന്നവർ വളരെ കുറച്ചു പേര് മാത്രമായിരിക്കും. ഹദ്റത്ത് മസീഹിന്റെ ഹവാരികൾ അദ്ദേഹത്തിന് വന്നുഭവിച്ച പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അദ്ദേഹത്തെ തനിച്ചാക്കി ഓടിപ്പോയി. പലരും അദ്ദേഹത്തിന്റെ മുഖാമുഖം തന്നെ ശാപം ചൊരിഞ്ഞു. അദ്ദേഹം വീണ്ടും പറയുന്നു, ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ സത്യസന്ധത റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉപരോധിച്ച പ്രയാസഘട്ടത്തിലാണ് വെളിപ്പെട്ടത്. ചില നിഷേധികൾ പുറത്താക്കാം എന്നും അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ യഥാർത്ഥ ഉദ്ദേശ്യവും അഭിപ്രായവും തിരുനബിയെ വധിക്കുക എന്നത് തന്നെയായിരുന്നു. അത്തരം ഘട്ടത്തിൽ ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് കാണിച്ച തന്റെ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും മാതൃക അവസാനം കാലം വരെയും നിലനിൽക്കുന്നതാണ്. ഈ പ്രയാസഘട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരഞ്ഞെടുപ്പ് തന്നെ ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ സത്യത്തിനും ഉന്നതമായ കൂറിനുമുള്ള സുശക്തമായ തെളിവാകുന്നു. നോക്കുക, ഇന്ത്യയുടെ വൈസ്രോയ് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിനു വേണ്ടി ആരെയെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അയാളുടെ അഭിപ്രായമാണോ ഉന്നതമായിരിക്കുക, അതല്ല ഒരു കാവൽക്കാരൻ്റേതോ? വൈസ്രോയ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അയാളുടെ അഭിപ്രായം ശരിയായിരിക്കുമോ അതോ കാവൽക്കാരൻ്റേതോ? പറയുന്നു, വൈസ്രോയുടെ തിരഞ്ഞെടുപ്പ് തീർച്ചയായും ഉചിതവും ശരിയുമാണെന്നും അംഗീകരിക്കേണ്ടി വരും. കാരണം അയാൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെ സഹായിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അയാളുടെ ആത്മാർത്ഥതയും കൂറും ഉൾക്കാഴ്ചയും എല്ലാം സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഭരണചക്രം അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിനെയും അകറ്റി നിർത്തി ഒരു കാവൽക്കാരൻ്റെ തിരഞ്ഞെടുപ്പിനെയും അഭിപ്രായത്തെയും ശരിയാണെന്ന് മനസ്സിലാക്കുന്നത് ശരിയായ സംഗതിയല്ല. ഇതുതന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെയും കാര്യം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 70-80 സഹാബാക്കൾ ഉണ്ടായിരുന്നു. അവരിൽ ഹദ്റത്ത് അലിയും ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെയുള്ള സൗഹൃദത്തിന് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിനെയാണ് തിരഞ്ഞെടുത്തത്. ഇതിൽ എന്ത് രഹസ്യമാണുള്ളത്? കാര്യമെന്തെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് ഉൾക്കാഴ്ച ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു തന്നെയാണ് കശ്ഫിലൂടെയും ഇൽഹാമിലൂടെയും ഈ പ്രവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമായ വ്യക്തി ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ് എന്ന് പറഞ്ഞത്. പ്രയാസങ്ങളുടെ സമയത്താണ് ഹദ്റത്ത് അബൂബക്കർ കൂടെ നിന്നത്. ഈ ഘട്ടം കടുത്ത പരീക്ഷണങ്ങളുടേതായിരുന്നു. പറയുന്നു, ചുരുക്കത്തിൽ ഹദ്റത്ത് അബൂബക്കർ പൂർണ്ണമായും അദ്ദേഹത്തോടൊപ്പം നിന്നു. തൗർ എന്നറിയപ്പെടുന്ന ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിഞ്ഞിരുന്നു. ദ്രോഹികളായ കാഫിരിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പദ്ധതിയും ആവിഷ്കരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ആ ഗുഹാമുഖം വരെ എത്തുകയും ചെയ്തു. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇപ്പോൾ അവർ നമ്മുടെ തലക്ക് മേലെത്തിയിരിക്കുന്നു. ആരെങ്കിലും അല്പം ഒന്ന് കുനിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഒന്നും ഭയപ്പെടേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഈ വാക്കുകളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ തന്നോട് ചേർക്കുന്നു. പറയുന്നു, ഇന്നല്ലാഹ മഅന. മഅന എന്നതിൽ അവർ രണ്ടുപേരും ഉൾപ്പെടുന്നു. അതായത് അള്ളാഹു നിന്നോടും എന്നോടുമൊപ്പമുണ്ട്. അള്ളാഹു തുലാസിന്റെ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറുഭാഗത്ത് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിനെയും വെച്ചു. തുലാസിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ചു, മറുഭാഗത്ത് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിനെയും വെച്ചു. ആ സമയത്ത് രണ്ടുപേരും പ്രയാസത്തിലായിരുന്നു. കാരണം ഇവിടെ ഒന്നുകിൽ ഇസ്ലാമിന്റെ അടിത്തറ ഇടുന്നതാണ്, അല്ലെങ്കിൽ അത് അവസാനിക്കുന്നതാണ്. ശത്രുക്കൾ ഗുഹാമുഖത്തെത്തി പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നു. ചിലർ പറയുന്നു ഗുഹയിൽ തിരയേണ്ടതാണ്, കാരണം കാൽപ്പാടുകൾ ഇവിടെ വരെ എത്തി അവസാനിക്കുന്നു. എന്നാൽ ചിലർ പറയുന്നു അതിനുള്ളിലേക്ക് ഒരു മനുഷ്യന് എങ്ങനെയാണ് കടക്കാൻ കഴിയുക?
ചിലന്തി വല കെട്ടിയിരിക്കുന്നു, പ്രാവ് മുട്ടയിട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംസാരങ്ങളുടെ ശബ്ദം അകത്തേക്കും എത്തുന്നുണ്ടായിരുന്നു. അവർക്ക് അത് വ്യക്തമായും കേൾക്കാമായിരുന്നു. ഇത്തരം അവസ്ഥയിൽ ശത്രുക്കൾ വന്നത് എല്ലാം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉന്മാദരെ പോലെ കുതിച്ചെത്തിയതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ പ്രതാപം നോക്കുക. ശത്രു തലക്ക് മീതെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിശ്വസ്തനായ സുഹൃത്തിനോട് പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഈ വാക്കുകൾ വ്യക്തമായും മനസ്സിലാക്കി തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് കൊണ്ട് അത് പറഞ്ഞു എന്നാണ്. കാരണം ഇതിന് ശബ്ദം ആവശ്യമാണ്, ആംഗ്യം കൊണ്ടല്ല പറഞ്ഞത്. പുറത്ത് ശത്രുക്കൾ കൂടിയാലോചന നടത്തുന്നു. ഗുഹക്കകത്ത് യജമാനനും ഭൃത്യനും സംസാരങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ശത്രുക്കൾ ശബ്ദം കേൾക്കുമോ എന്ന കാര്യം അവർ പരിഗണിച്ചില്ല. ഇത് അള്ളാഹുവിലുള്ള പൂർണ്ണമായ വിശ്വാസത്തിനും ജ്ഞാനത്തിനുമുള്ള ഒരു തെളിവാകുന്നു. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശയുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ധൈര്യത്തിന് ഈ ഉദാഹരണം തന്നെ മതിയായതാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ധൈര്യത്തിന് മറ്റൊരു സാക്ഷ്യം ഈ സംഭവത്തിന് പുറമെ ഇനിയുമുണ്ട്. പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഹദരത്ത് ഉമർ വാളുമുയർത്തി ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞാൽ അയാളെ വധിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്നു. ഇത്തരം അവസ്ഥയിൽ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് വളരെ ധൈര്യപൂർവ്വം സംസാരിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബലിഹി റുസുൽ. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു. അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന എല്ലാ പ്രവാചകന്മാരും വഫാത്തായിരിക്കുന്നു. അപ്പോൾ ഹദരത്ത് ഉമറിൻ്റെ ആവേശം തണുത്തു. അതിനുശേഷം ഗ്രാമവാസികളായ കാട്ടറബികൾ മുർത്തതായി. ഇങ്ങനെയുള്ള ആപൽക്കരമായ അവസ്ഥയെക്കുറിച്ച് ഹദരത്ത് ആയിഷ ഇപ്രകാരം പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതർ വഫാത്തായി. ആ സമയത്ത് ചില വ്യാജ നുബുവത്തുവാദികൾ രംഗത്ത് വന്നു. നമസ്കാരം ഉപേക്ഷിക്കുകയും രൂപം മാറുകയും ചെയ്തു. അത്തരം അവസ്ഥയിൽ ഈ പ്രയാസത്തിൽ എൻ്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖലീഫയും പ്രതിനിധിയുമായി. എൻ്റെ പിതാവിന് മേൽ വന്നു ഭവിച്ച പ്രയാസങ്ങൾ പരത്വങ്ങൾക്ക് മേലായിരുന്നു വന്നതെങ്കിൽ അവ തകർന്നു പോകുമായിരുന്നു. ചിന്തിക്കുക, പ്രയാസങ്ങളുടെ പർവ്വതങ്ങൾ വന്നു വീണിട്ടും അദ്ദേഹം ധൈര്യവും സ്ഥൈര്യവും കൈവിട്ടില്ല. ഇതൊരു സാധാരണ വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പണിയല്ല. ഈ സ്ഥൈര്യത്തിന് സത്യസന്ധത അനിവാര്യമാകുന്നു. അത് സിദ്ദീഖ് തന്നെയാണ് കാണിച്ചത്. മറ്റൊരു വ്യക്തിക്കും ഈ പ്രയാസത്തെ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നില്ല. എല്ലാ സ്വഹാബാക്കളും ആ സമയത്ത് ഉണ്ടായിരുന്നു. ആരും തന്നെ അത് തൻ്റെ അവകാശമാണെന്ന് പറഞ്ഞില്ല. അവർ തീ കത്തുന്നത് കാണുകയായിരുന്നു. ആ തീയിലേക്ക് ആരാണ് വീഴുക? ഹദരത്ത് ഉമർ പ്രസ്തുത സന്ദർഭത്തിൽ കൈ നീട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തു. പിന്നെ എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായി ബയ്യത്ത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത തന്നെയാണ് ഫിത്നയെ തണുപ്പിച്ചത്, ഉപദ്രവകാരികളെ നശിപ്പിക്കുകയും ചെയ്തു. മുസൈലിമയുടെ കൂടെ 100,000 ആളുകൾ ഉണ്ടായിരുന്നു. അയാളുടെ പ്രശ്നങ്ങൾ ശരീഅത്തിപരമായ പ്രശ്നങ്ങളായിരുന്നു. ജനങ്ങൾ അയാളുടെ ശരീഅത്തിപരമായ കാര്യങ്ങൾ കണ്ടപ്പോൾ അയാളുടെ മതത്തിൽ ഭാഗഭാക്കായിക്കൊണ്ടിരുന്നു. പക്ഷെ അള്ളാഹു താൻ ആരുടെ കൂടെയാണെന്ന് വ്യക്തമാക്കുകയും എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കുകയും ചെയ്തു. അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നു, എനിക്കറിയാം ഒരാൾക്കും തന്നെ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഉസ്മാൻ്റെയും അലിയുടെയും മരണം സ്വീകരിക്കാതെ മുഅ്മിനും മുസ്ലിമും ആകാൻ സാധ്യമല്ല. അവർ ലൗകികതയെ സ്നേഹിച്ചവരായിരുന്നില്ല, മറിച്ച് അവർ തങ്ങളുടെ ജീവിതങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അർപ്പണം ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും പറയുന്നു, അള്ളാഹുവാണ് സത്യം. സിദ്ദീഖ് അക്ബർ ദൈവിക യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹുവിങ്കിൽ നിന്ന് സവിശേഷതയുടെ പല വസ്ത്രങ്ങളും നൽകപ്പെട്ടു. നിരവധി സവിശേഷതകൾ നൽകിയിരുന്നു. അള്ളാഹു അദ്ദേഹത്തെ സംബന്ധിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് എന്തെന്നാൽ അദ്ദേഹം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഉൾപ്പെടുന്നു. തൻ്റെ അസ്തിത്വം കൂടെയാണെന്നതിനെ അദ്ദേഹത്തിലേക്കും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ സ്തുതിക്കുകയും വിലമതിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലവുമായുള്ള അകൽച്ച അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റെല്ലാ ബന്ധുമിത്രാദികളുമായുള്ള അകൽച്ചയിൽ അദ്ദേഹം തൃപ്തനായിരുന്നു. അദ്ദേഹം തൻ്റെ യജമാനനെ മുന്തിക്കുകയും അദ്ദേഹത്തിലേക്ക് ഓടി വരികയും ചെയ്തു. പിന്നെ തിരുനബിയോടുള്ള അത്യധികമായ താല്പര്യത്താൽ തന്നെ മരണത്തിൻ്റെ മുഖത്തേക്ക് ഇടുകയുണ്ടായി. എല്ലാ സ്വേച്ഛകളെയും തൻ്റെ മാർഗത്തിൽ നിന്ന് ഒഴിവാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തൻ്റെ സൗഹൃദത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അനുകൂലമായി ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പ്രതാപവാനായ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവനോടൊപ്പം പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക്
ഹിജ്റത്തിനുള്ള കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഹിജ്റത്ത് ചെയ്യണം. നമ്മൾ ഒരുമിച്ച് ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഹദ്രത്ത് സിദ്ദീഖ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അത്തരം പ്രയാസഘട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് തിരുനബിയുടെ സൗഹൃദത്തിനുള്ള സൗഭാഗ്യം നൽകി. അദ്ദേഹം നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം പൂർണ്ണമായ അവധാനതയോടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ എല്ലാ പ്രതിസന്ധിയിലും തിരുനബിയോടൊപ്പം നിന്നു. കൊല ചെയ്യുന്നവരുടെ വധിക്കാനുള്ള പദ്ധതിയിൽ അദ്ദേഹം ഭയപ്പെട്ടില്ല. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത വ്യക്തവും ശക്തവുമായ ദൈവിക വചനങ്ങളാൽ സ്ഥാപിതമാകുന്നു. അദ്ദേഹത്തിന്റെ മേന്മ ഖണ്ഡിതമായ തെളിവുകളാൽ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധത പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അദ്ദേഹം പരലോകത്തെ അനുഗ്രഹങ്ങളെ ഇഷ്ടപ്പെട്ടു, ഭൗതിക ലോകത്തിന്റെ അനുഗ്രഹങ്ങളെ ഉപേക്ഷിച്ചു. മറ്റാർക്കും തന്നെ അദ്ദേഹത്തിന്റെ ഈ അനുഗ്രഹത്തെ സ്വായത്തമാക്കാൻ സാധ്യമല്ല. പറയുന്നു, നിങ്ങൾ അള്ളാഹു എന്തുകൊണ്ടാണ് ഖിലാഫത്തിന്റെ ആരംഭത്തിൽ അദ്ദേഹത്തെ മുന്തിച്ചത് എന്ന് ചോദിക്കുന്നു. അതിൽ റബ്ബിന്റെ എന്ത് ഹിക്മത്താണുള്ളത് എന്നും അന്വേഷിക്കുന്നു. അള്ളാഹു കണ്ടത് ഹദ്രത്ത് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഒരു അമുസ്ലിം ജനതയിൽ ഇന്ന് ഉന്നതമായ ഋജു മനസ്കനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിക്കുന്നതാണ്. അദ്ദേഹം വിശ്വസിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായിരുന്നു. കുഴപ്പങ്ങൾ വളരെ ശക്തമായിരുന്നു. ഹദ്രത്ത് സിദ്ദീഖ് അക്ബർ വിശ്വസിച്ചതിന് ശേഷം പലതരത്തിലുമുള്ള നിന്ദ്യതയും കണ്ടു. സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും ശാപങ്ങൾ കാണുകയുണ്ടായി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹത്തിന് പ്രയാസങ്ങൾ നൽകി. അദ്ദേഹത്തെ തൻ്റെ നാട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും മാറ്റിയതുപോലെ സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കി. അദ്ദേഹത്തിന് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രയാസങ്ങളും തൻ്റെ പ്രിയമിത്രങ്ങളിൽ നിന്നും ശാപങ്ങളും കാണുകയുണ്ടായി. അദ്ദേഹം ദൈവമാർഗത്തിൽ തൻ്റെ ധനം കൊണ്ടും ജീവൻ കൊണ്ടും ജിഹാദ് ചെയ്തു. അദ്ദേഹം അന്തസ്സിലും ആഭിജാത്യത്തിലും വളർന്നവരായിരുന്നു. എങ്കിലും സാധാരണ ജനങ്ങളെപ്പോലെ ജീവിച്ചു. അദ്ദേഹം ദൈവമാർഗത്തിൽ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അദ്ദേഹം ദൈവമാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ദൈവമാർഗത്തിൽ തൻ്റെ സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്തു. സമ്പത്തെല്ലാം കൊടുത്തതിന് ശേഷം അദ്ദേഹം ഫക്കീറുമാരെയും മിസ്കീനുകളെയും പോലെ ജീവിച്ചു. അള്ളാഹു അദ്ദേഹം അനുഭവിച്ച ദിനങ്ങൾക്ക് പകരം നൽകാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വന്നതിനെല്ലാം നല്ല പ്രതിഫലം നൽകി. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലം അദ്ദേഹത്തിന് ലഭിച്ചു. അള്ളാഹു ഔദാര്യവാന്മാരുടെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാഥൻ അദ്ദേഹത്തെ ഖലീഫയാക്കി. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്മരണയെ ഉന്നതമാക്കി. അദ്ദേഹത്തിന് സന്തോഷം പ്രദാനം ചെയ്തു. തൻ്റെ അനുഗ്രഹാതിരേഖത്താൽ അന്തസ്സ് നൽകുകയും അദ്ദേഹത്തെ അമീറുൽ മുഅ്മിനീനാക്കുകയും ചെയ്തു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നു, ഹദ്രത്ത് സിദ്ദീഖ് അക്ബർ, ഹദ്രത്ത് ഉമർ ഫാറൂഖ്, ഹദ്രത്ത് സുന്നൂറൈൻ, ഹദ്രത്ത് അലി മുർത്തദ എന്നിവരെല്ലാം യഥാർത്ഥത്തിൽ ദീനിന്റെ വിശ്വസ്തരായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ രണ്ടാമത്തെ ആദമാകുന്നു. അതുപോലെ തന്നെ ഹദ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ദീനിൽ സത്യസന്ധരും വിശ്വസ്തരുമല്ലായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് പോലും അള്ളാഹുവിൽ നിന്നാണെന്ന് പറയാൻ നമുക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരുമായിരുന്നു. പിന്നെ മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നു, ഹദ്രത്ത് അബൂബക്കർ ഇസ്ലാമിൽ ആദമെ സാനി ആയിരുന്നു. മുസൈലിമ ശരീഅത്തിപരമായ വർണ്ണത്താൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരുന്ന കാലഘട്ടത്തിൽ ഹദ്രത്ത് അബൂബക്കർ ഖലീഫയായി. എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ശക്തമായ മനസ്സില്ലാത്ത ആളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസവർണം തൻ്റെ വിശ്വാസത്തെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് വളരെ പ്രയാസകരമാകുമായിരുന്നു, പരിഭ്രമിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴലായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഛായ പോലെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാർമ്മികതയുടെ പ്രഭാവം അദ്ദേഹത്തിലും ഉണ്ടായി. ഹൃദയം ദൃഢജ്ഞാനത്തിന്റെ പ്രകാശത്താൽ പൂരിതമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാണിച്ച ധൈര്യത്തിനും സമാനമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം കിട്ടുക പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്ലാമിന്റെ ജീവിതമായിരുന്നു. ഇത് ഒരു നീണ്ട വാദപ്രതിവാദത്തിന്റെ ആവശ്യമില്ലാത്ത വിഷയമാകുന്നു. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് വായിക്കുക. പിന്നെ ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് ചെയ്ത സേവനങ്ങളെ വിലയിരുത്തുകയും ചെയ്യുക. ഞാൻ സത്യമായും പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ രണ്ടാമത്തെ ആദമാകുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം
അബൂബക്കറിന്റെ അസ്തിത്വം ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമും ഉണ്ടാകുമായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഒരു ഔദാര്യം എന്തെന്നാൽ അദ്ദേഹം ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിച്ചു. തന്റെ വിശ്വാസ സ്ഥൈര്യം കാരണം എല്ലാ കലാപകാരികൾക്കും ശിക്ഷ നൽകി. സമാധാനം പുനഃസ്ഥാപിച്ചു. അള്ളാഹു പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അവൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ സത്യവാനായ ഖലീഫയ്ക്ക് മേൽ സമാധാനം നൽകുന്നതാണ്. ഈ പ്രവചനം ഹദറത്ത് സിദ്ദീഖിന്റെ ഖിലാഫത്തിൽ പൂർത്തിയായി. ആകാശവും ഭൂമിയും അതിന് കർമ്മസാക്ഷ്യം നൽകി. ഇതാണ് സിദ്ദീഖിന്റെ നിർവചനം. അതിൽ ഈ നിലവാരം വരെയും സത്യസന്ധത ഉണ്ടാകേണ്ടത് അനിവാര്യമായിരുന്നു. പ്രയാസങ്ങൾ കാണെ വളരെ പെട്ടെന്ന് നിർദ്ധാരണം ചെയ്യപ്പെട്ടു. അദ്ദേഹം വീണ്ടും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വേളയിൽ ആയിരക്കണക്കിന് ആളുകൾ മുർത്തദായി. വാസ്തവത്തിൽ തിരുനബിയുടെ കാലത്ത് ശരീഅത്ത് പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. മതനിരാസം എത്രത്തോളമായി എന്നാൽ നമസ്കാരം 2 മസ്ജിദുകളിലും മാത്രമായി ഒതുങ്ങി മറ്റൊരു പള്ളിയിലും നമസ്കാരം പോലും ഉണ്ടായിരുന്നില്ല. ഇവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. പക്ഷേ അള്ളാഹു ഹദറത്ത് അബൂബക്കർ മുഖേന ഇസ്ലാമിനെ വീണ്ടും സ്ഥാപിച്ചു. അദ്ദേഹം ആദമെ സാനിയായി. എൻ്റെ വീക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഈ ഉമ്മത്തിന് മേൽ ഹദറത്ത് അബൂബക്കറിന്റെ ഔദാര്യം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് 4 കള്ളപ്രവാചകന്മാരുണ്ടായി. മുസൈലിമയുടെ കൂടെ 1,00,000 ആളുകളുണ്ടായിരുന്നു. അവരുടെ പ്രവാചകൻ അവരുടെ ഇടയിൽ നിന്ന് ഉയർന്നുപോയിരുന്നു. പക്ഷേ അത്തരം പ്രയാസഘട്ടത്തിലും ഇസ്ലാം അതിൻ്റെ കേന്ദ്രത്തിൽ നിലകൊണ്ടു. ഹദറത്ത് ഉമറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും തയ്യാറാക്കപ്പെട്ടതായിട്ടാണ് കിട്ടിയത്. പിന്നെ അദ്ദേഹം അത് പരത്തിക്കൊണ്ടിരുന്നു. എത്രത്തോളം എന്നാൽ അറേബ്യയുടെ ചുറ്റുവട്ടത്ത് നിന്ന് ഇസ്ലാം സിറിയയിലും റോമിലും എത്തി. ഈ രാജ്യങ്ങൾ മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായി. ഹദറത്ത് അബൂബക്കറിൻ്റേത് പോലുള്ള പ്രയാസങ്ങൾ ആരും കണ്ടിട്ടില്ല. ഹദറത്ത് ഉമറോ ഹദറത്ത് ഉസ്മാനോ ഹദറത്ത് അലിയോ അത് അഭിമുഖീകരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനു വേണ്ടി നിന്ദ്യനാകുന്നവൻ തന്നെയാണ് അവസാനം അന്തസ്സിൻ്റെയും പ്രതാപത്തിൻ്റെയും സിംഹാസനത്തിൽ അവരോധിതനാവുക. ഏറ്റവും ആദ്യം നിന്ദ്യത സ്വീകരിച്ച ആൾ ഏറ്റവും ആദ്യം സിംഹാസനാരൂഢനായി. പറയുന്നു, ലോകത്ത് ജനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നശിപ്പിക്കപ്പെടുകയും അവരുടെ ജീവിതത്തിനുള്ള തെളിവ് ഭൂമിയിലെ ഓരോ അണുവിലും കാണുക എന്നതിനുള്ള തെളിവും മാതൃകകളും വളരെ കുറച്ച് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഹദറത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നോക്കുക. ഏറ്റവും അധികം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാശങ്ങൾ സഹിച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും അധികം നൽകുകയും ചെയ്തു. പക്ഷേ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഹദറത്ത് അബൂബക്കർ തന്നെയാണ് ആദ്യത്തെ ഖലീഫയായത്. പറയുന്നു, പലരും ധരിക്കുന്നത് തങ്ങൾ അള്ളാഹുവിന് വേണ്ടി എല്ലാം വിച്ഛേദിച്ചുകൊണ്ട് അവനവനെ തന്നെ നശിപ്പിക്കുകയാണെന്നാണ്. പക്ഷേ ഇതവരുടെ അബദ്ധമാകുന്നു. ആരും നശിക്കുന്നില്ല. ഹദറത്ത് അബൂബക്കറിനെ തന്നെ നോക്കൂ. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. പക്ഷെ ഏറ്റവും ആദ്യം സിംഹാസനത്തിൽ അവരോധിതനായി. വീണ്ടും പറയുന്നു, ഈ കാര്യത്തിന് തെളിവിനുള്ള വിശദീകരണമാണ് വേണ്ടതെങ്കിൽ അല്ലയോ ബുദ്ധിമാന്മാരെ, അറിഞ്ഞുകൊള്ളുക, അള്ളാഹു എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാരോടും ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നു, അവൻ തൻ്റെ അനുഗ്രഹത്താൽ അവരിൽ ചില മുഅ്മിനീങ്ങളെ തീർച്ചയായും ഖലീഫ ആക്കുന്നതാണ്. ഖിലാഫത്തിന്റെ ആയത്തിൽ പറയുന്നു, അവരുടെ ഭയത്തെ തീർച്ചയായും സമാധാനാവസ്ഥയിലേക്ക് മാറ്റുന്നതാണ്. ഈ കാര്യത്തിനുള്ള സമ്പൂർണവും തികവുറ്റതുമായ സാക്ഷ്യം ഹദറത്ത് സിദ്ദീഖ് അക്ബറിന്റെ ഖിലാഫത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗവേഷകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം ഗോപ്യമല്ല. അതായത് അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടം ഭയത്തിന്റെയും പ്രയാസങ്ങളുടെയും സമയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും മേൽ പ്രയാസങ്ങൾ വന്നു വീഴുകയുണ്ടായി. നിരവധി മുനാഫിക്കീങ്ങൾ മുർത്തദായി. അവരുടെ നാവുകൾ നീണ്ടു. കറ്റുകെട്ടുന്നവർ നുബുവത്തിന്റെ വാദം ഉന്നയിച്ചു തുടങ്ങി. നിരവധി ഗ്രാമീണവാസികൾ അവരുടെ ചുറ്റും ഒരുമിച്ചുകൂടി. എത്രത്തോളമെന്നാൽ മുസൈലിമ കസ്സാബിനോടൊപ്പം 100,000-ഓളം വിവരദോഷികളും മോശ സ്വഭാവമുള്ളവരും ചേരുകയുണ്ടായി. ഫിത്ന പൊട്ടിപ്പുറപ്പെട്ടു. പ്രയാസങ്ങൾ വർദ്ധിച്ചു. പ്രയാസങ്ങൾ ദൂരദേശങ്ങളെപ്പോലും വലയം ചെയ്തു. മുസ്ലിങ്ങൾക്ക് ഒരു ശക്തമായ ഭൂകമ്പം വന്നതുപോലെയായി. ആ സമയത്ത് എല്ലാവരും പരീക്ഷിക്കപ്പെട്ടു. ഭയാനകവും ശ്വാസം നിലയ്ക്കുന്നതുമായ അവസ്ഥകൾ സംജാതമായി. മുഅ്മിനീങ്ങളുടെ അവസ്ഥ എത്രമാത്രം മോശമായി എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ തീക്കനലുകൾ വെച്ചതുപോലെയായി, അഥവാ കത്തിക്കൊണ്ട് അറുക്കുന്ന അവസ്ഥയിലായി. ചിലപ്പോൾ സൃഷ്ടികുലോത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് കാരണം തുടരെ ഫിത്നകൾക്ക് നിമിത്തമായി ഫിത്നകൾ കാരണം കത്തിച്ചാമ്പലാകുന്ന തീ പോലെ വെളിപ്പെടാൻ തുടങ്ങി. സമാധാനത്തിന്റെ അടയാളം പോലും ഇല്ലായിരുന്നു. ഫിത്ന ഉണ്ടാക്കുന്നത് മൺകട്ടകളിൽ മുളച്ചു പൊന്തുന്ന പച്ചപ്പ് പോലെ പരക്കുകയുണ്ടായി. വിശ്വാസികളുടെ ഭയവും പരിഭ്രമവും വർദ്ധിച്ചു.
ഹൃദയം ഭയവും അസ്വസ്ഥതയും കൊണ്ട് നിറഞ്ഞു. അത്തരം നിർണായക ഘട്ടത്തിൽ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാലത്തിന്റെ വിധികർത്താവും ഹദരത്ത് ഖാത്തമുൻ നബിയുടെ ഖലീഫയുമാക്കി. മുനാഫിഖീങ്ങളുടെയും കാഫിരീങ്ങളുടെയും മുർത്തദുകളുടെയും നിലപാടുകളും രീതികളും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം ദുഃഖത്തിൽ മുങ്ങിപ്പോയി. അദ്ദേഹം വർഷപാതം കണക്കെ കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അശ്രുക്കൾ നീരുറവ പോലെ ഒഴുകി തുടങ്ങി. അദ്ദേഹം തന്റെ നാഥനോട് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ സഹായമെത്തി. കള്ളപ്രവാചകൻ കൊല്ലപ്പെട്ടു. മുർത്തദീങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഫിത്ന അകന്നുപോയി. പ്രശ്നങ്ങൾ ശമിച്ചു. കാര്യങ്ങളിൽ തീരുമാനമായി. ഖിലാഫത്തിന്റെ കാര്യങ്ങൾ സുശക്തമായി. അള്ളാഹു മുഅ്മിനീങ്ങളെ പ്രയാസത്തിൽ നിന്ന് രക്ഷിച്ചു. അവരുടെ ഭയപ്പാടിന്റെ അവസ്ഥകളെ സമാധാനത്തിലേക്ക് മാറ്റി. അവർക്ക് വേണ്ടി അവരുടെ ദീനിനെ പ്രബലമാക്കി. ഒരു ലോകത്തെ തന്നെ സത്യത്തിൽ നിലയുറപ്പിക്കുന്നവരാക്കി. കുഴപ്പക്കാരുടെ മുഖങ്ങളെ കരുവാളിപ്പിച്ചു. തന്റെ വാഗ്ദാനം പൂർത്തിയാക്കുകയും തന്റെ ദാസനായ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖിനെ സഹായിക്കുകയും ചെയ്തു. ദ്രോഹികളായ നേതാക്കന്മാരെയും വിഗ്രഹങ്ങളെയും നശിപ്പിച്ചു. ശത്രുഹൃദയങ്ങളിൽ എത്രമാത്രം ഭയപ്പാടുണ്ടാക്കിയെന്നാൽ അതെല്ലാം നിർവീര്യമായി. അവസാനം അവർ തിരിച്ചു വന്ന് തൗബ ചെയ്തു. ഇതായിരുന്നു പ്രതാപവാനായ അള്ളാഹുവിന്റെ വാഗ്ദാനം. അവൻ എല്ലാ സത്യസന്ധരിൽ വെച്ച് ഏറ്റവും വലിയ സത്യവാനാകുന്നു. ആയതിനാൽ ഖിലാഫത്തിന്റെ വാഗ്ദാനം എങ്ങനെയാണ് അതിന്റെ എല്ലാ പൂർണ്ണമായ നിബന്ധനകളോടും അടയാളങ്ങളോടും കൂടി ഹദരത്ത് അബൂബക്കറിന്റെ വ്യക്തിത്വത്തിൽ പൂർത്തിയായതെന്ന് ചിന്തിച്ചു നോക്കുവിൻ. വീണ്ടും പറയുന്നു, അദ്ദേഹം ഖലീഫയായപ്പോൾ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. ഇസ്ലാം പ്രയാസങ്ങൾ നിമിത്തം തീ കൊണ്ട് കത്തിക്കരിഞ്ഞ വ്യക്തിയെപ്പോലെ ദുർബലാവസ്ഥയിലായിരുന്നു. പിന്നെ അള്ളാഹു ഇസ്ലാമിന് അതിന്റെ ശക്തി തിരിച്ചു നൽകി. ആഴമുള്ള കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. കള്ളപ്രവാചകന്മാർ ഭയങ്കരമായ ശിക്ഷയാൽ കൊല്ലപ്പെട്ടു. മുർത്തദീങ്ങൾ നാൽക്കാലികളെപ്പോലെ നശിപ്പിക്കപ്പെട്ടു. വീണ്ടും പറയുന്നു, മുഅ്മിനീങ്ങൾ ഭയം കാരണം മൃതരെപ്പോലെ ആയിരുന്നു. അവർക്ക് സമാധാനം നൽകപ്പെട്ടു. ഈ പ്രയാസങ്ങൾ ദൂരെ ആയപ്പോൾ മുഅ്മിനീങ്ങൾ സന്തോഷിക്കുകയുണ്ടായി. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖിന് ആശംസകൾ നേരുകയായിരുന്നു. മർഹബ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹവുമായി കൂടിക്കാഴ്ചകൾ നടത്തി. അദ്ദേഹത്തെ ഒരു പരിശുദ്ധ രൂപമായും നബിമാരെ പോലെ സഹായം ലഭിക്കുന്നവനാണെന്നും മനസ്സിലാക്കിയിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് ഹദരത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ സത്യസന്ധതയും അഗാധമായ വിശ്വാസദാർഢ്യവും കാരണമായിരുന്നു. ഹദരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇതിൽ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ സവിശേഷതകൾ വേർതിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം പ്രവാചകൻ ഒന്നുമല്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് പ്രവാചകന്മാരുടേത് പോലുള്ള ശക്തികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സത്യസന്ധത കാരണം തന്നെയാണ് ഇസ്ലാമിന്റെ ആരാമത്തിൽ അതിന്റെ എല്ലാ സൗന്ദര്യങ്ങളും തിരിച്ചു വന്നത്. ശരങ്ങളുടെ ദുഃഖത്തിന് ശേഷം അന്തസ്സാർന്ന ഭംഗി കൈവന്നു. അതിന്റെ വിവിധങ്ങളായ സുഗന്ധപൂരിതങ്ങളായ പൂക്കൾ വിരിഞ്ഞു. അതിന്റെ ശാഖകൾ പൊടിപടലങ്ങളിൽ നിന്ന് ശുദ്ധമായി. അതിനു മുൻപ് അതിന്റെ അവസ്ഥ ശോകഗീതം ആലപിക്കപ്പെട്ട മൃതദേഹം പോലെയായിരുന്നു. അതിന്റെ അവസ്ഥ പട്ടിണിക്കോലം പോലെ ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രയാസങ്ങൾ വേട്ടയാടപ്പെട്ട മൃഗത്തിന്റെ മാംസം മുറിച്ചു മാറ്റിയതുപോലെയായിരുന്നു. അതിന്റെ അവസ്ഥ വിവിധങ്ങളായ പ്രയാസങ്ങളാൽ നിറഞ്ഞതുമായിരുന്നു. ശക്തമായ ഉച്ചവെയിലിൽ കരിവാളിച്ചതുപോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അള്ളാഹു ആ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകി. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും സ്വതന്ത്രമാക്കി. അത്ഭുതാവഹമായ പിന്തുണയാൽ സഹായം നൽകി. എത്രത്തോളമെന്നാൽ ഇസ്ലാം അതിന്റെ പരാജിതവും ചെളിപുരണ്ടതുമായ ചുറ്റുപാടിന് ശേഷം രാജാക്കന്മാരുടെ നേതാവും സാധാരണക്കാരുടെ ഉടമസ്ഥനുമായി. മുനാഫിഖീങ്ങളുടെ നാവുകൾ നിശബ്ദമായി. മുഅ്മിനീങ്ങളുടെ മുഖം പ്രസന്നമായി. എല്ലാവരും തങ്ങളുടെ നാഥനെ സ്തുതിക്കുകയും സിദ്ദീഖ് അക്ബറിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. വീണ്ടും പറയുന്നു, ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് വിദ്രോഹികളുടെ ദ്രോഹം കാരണം വീഴാൻ തുടങ്ങുന്ന ഒരു ചുമരുപോലെയാണ് ഇസ്ലാമിനെ കണ്ടത്. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ കൈകളാൽ മതിലുകൾ ലോഹം കൊണ്ടുള്ള ഒരു ശക്തിയുടെ കോട്ട പോലെ അദ്ദേഹത്തിന്റെ കൈകളാൽ ആക്കി തീർത്തു. അതിൽ അടിമകളെപ്പോലെ അനുസരിക്കുന്ന സൈന്യത്തെയും ആക്കി. നിനക്ക് അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതല്ല, അതുപോലുള്ള മാതൃകകൾ നിനക്ക് മറ്റേതെങ്കിലും കൂട്ടരിൽ കാണിച്ചു തരാൻ കഴിയുമോ? വീണ്ടും പറയുന്നു, അദ്ദേഹം പരിപക്വമായ ആധ്യാത്മിക ജ്ഞാനമുള്ള ദൈവികനും ഏറെ മൃദുഹൃദയനും വളരെയേറെ കരുണയുള്ള ഉടമയുമായിരുന്നു. വിനയാന്വിതനും അതിഥികളുടേതുപോലുള്ള താഴ്മയുള്ള ജീവിതവുമാണ് അദ്ദേഹം നയിച്ചത്. ഏറെ പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ആപാദചൂടം വാത്സല്യവും കാരുണ്യവുമായിരുന്നു. അദ്ദേഹം തന്റെ നെറ്റിത്തടത്തിൽ പ്രകാശത്താൽ തിരിച്ചറിയപ്പെടുമായിരുന്നു. അദ്ദേഹത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ആഴമേറിയ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവ്
മനുഷ്യകുലോത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവുമായി ബന്ധിതമായിരുന്നു. തൻ്റെ യജമാനനും ലക്ഷ്യവും സ്നേഹഭാജനവുമായ തിരുനബിയെ ഏതൊരു ദൈവത്തിൻ്റെ പ്രകാശമാണോ ആവരണം ചെയ്തിരുന്നത്, അതേ പ്രകാശമാണ് അദ്ദേഹത്തെയും ആവരണം ചെയ്തിരുന്നത്. അദ്ദേഹത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മമായ ഛായയിലും തിരുനബിയുടെ അതിമഹത്തായ അനുഗ്രഹത്തിനും കീഴിൽ മറിഞ്ഞിരിക്കുകയായിരുന്നു. വിശുദ്ധ ഖുർആന്റെ ജ്ഞാനത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിലും അദ്ദേഹം എല്ലാവരെക്കാളും വ്യതിരിക്തനായിരുന്നു. അദ്ദേഹത്തിന് പരലോകത്തിൻ്റെയും ദൈവിക രഹസ്യങ്ങളുടെയും യാഥാർത്ഥ്യം വ്യക്തമായിരുന്നു. അദ്ദേഹം എല്ലാ ഭൗതിക ബന്ധങ്ങളും അറുത്തുമാറ്റി ഭൗതിക ബന്ധങ്ങളെ പിന്നിലേക്കെറിഞ്ഞു. അദ്ദേഹം തൻ്റെ പ്രേമഭാജനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർണ്ണം സ്വീകരിച്ചു. ഏകനായ അള്ളാഹുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാ ഇഷ്ടങ്ങളെയും പരിത്യജിച്ചു. എല്ലാ ഭൗതിക വക്രതകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആത്മാവ് പരിശുദ്ധമായി. സത്യവാനായ ഏകദൈവത്തിൻ്റെ വർണ്ണം സ്വീകരിച്ചു. റബ്ബുൽ ആലമീൻ്റെ അഭീഷ്ടത്തിൽ ലീനനായി. സത്യ ഇലാഹിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ നാഡിഞരമ്പുകളിലും ഹൃദയത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ സകല കണങ്ങളിലും സന്നിവേശിപ്പിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും അനക്കമടക്കങ്ങളിലും എല്ലാം തന്നെ ആ പ്രകാശം പ്രസ്ഫുരിതമാകാനും തുടങ്ങിയപ്പോൾ അദ്ദേഹം സിദ്ദീഖ് എന്ന പേരിനാൽ വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിന് മേൽ വളരെയേറെ തുടർച്ചയായി പുതുപുത്തൻ അറിവുകൾ എല്ലാം നൽകുന്നവനായ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിന്ന് നൽകപ്പെടുകയുണ്ടായി. സിദ്ഖ് അഥവാ സത്യസന്ധത അദ്ദേഹത്തിൽ സന്നിവേശിപ്പിക്കപ്പെട്ട യോഗ്യതയും പ്രകൃതിദത്തമായ സവിശേഷതയുമായിരുന്നു. ആ സിദ്ഖിൻ്റെ പ്രഭാവങ്ങളും പ്രകാശങ്ങളും അദ്ദേഹത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും അനക്കമടക്കങ്ങളിലും നിശ്വാസത്തിലും പ്രകടമായി. അദ്ദേഹം ആകാശഭൂമികളുടെ നാഥനായ അള്ളാഹുവിനാൽ അനുഗ്രഹീതനായ കൂട്ടരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം നുബുവത്താകുന്ന പുസ്തകത്തിൻ്റെ നേർപകർപ്പായിരുന്നു. അദ്ദേഹം അനുഗ്രഹീതരായവരുടെയും യോദ്ധാക്കളുടെയും നേതാവായിരുന്നു. നബിമാരുടെ പ്രകൃതമുള്ള ഏതാനും പേരിൽ ഉൾപ്പെടുന്നു. പറയുന്നു, നീ നമ്മുടെ ഈ വാക്കുകളെ അതിശയോക്തിയാണെന്ന് കരുതേണ്ട. അത് മൃദുല നിലപാടും കണ്ണടച്ചുകൊണ്ടുള്ള കാര്യമാണെന്നും ഗണിക്കേണ്ട. അത് മേഘത്തിൽ നിന്നും നിർഗളിച്ചതാണെന്നും കരുതേണ്ടതില്ല. മറിച്ച് ഇത് അന്തസ്സുടയവനായ നാഥന്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് വെളിപ്പെട്ട യാഥാർത്ഥ്യമാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം റബ്ബിൽ ഭരമേൽപ്പിക്കുന്നതും സാമഗ്രികളിൽ ശ്രദ്ധ കുറിക്കുന്നതുമായിരുന്നു. അദ്ദേഹം എല്ലാ മര്യാദകളിലും നമ്മുടെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിഴൽ പോലെയായിരുന്നു. അദ്ദേഹത്തിന് മനുഷ്യകുലോത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ആരംഭം മുതലേ ഒരു ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞൊടിയിടയിൽ അനുഗ്രഹങ്ങൾ സിദ്ധിക്കുമാറായി. അത് മറ്റുള്ളവർക്ക് നീണ്ടകാലവും യുഗാന്തരങ്ങളിലും കഴിഞ്ഞിട്ടും കിട്ടിയില്ല. ആയതിനാൽ അറിയുക, അനുഗ്രഹങ്ങൾ ആർക്കു നേരെയും മുഖം തിരിക്കുന്നത്, ആർക്കുമേലും വരുന്നത് അവരുടെ ഉചിതമായ അവസ്ഥക്കനുസരിച്ചാണ്. മുഴു ലോകത്തും അള്ളാഹുവിൻ്റെ ഇതേ ക്രയവിക്രയമാണുള്ളത്. ആർക്കാണോ അള്ളാഹു ഔലിയാക്കളും അസ്ഫിയാക്കളുമായി അല്പം പോലും ബന്ധം നൽകാത്തത്, അത് ഏറെ അവഗണിക്കപ്പെട്ട അവസ്ഥയാകുന്നു. അതിനെ അള്ളാഹുവിൻ്റെ പക്കൽ ദൗർഭാഗ്യമെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും സമുന്നതനായ സൗഭാഗ്യവാൻ അള്ളാഹുവിൻ്റെ പ്രിയഭാജനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഭാവങ്ങളെ വലയം ചെയ്തവനാകുന്നു. എത്രത്തോളം എന്നാൽ വാക്കുകളിലും പ്രവൃത്തികളിലും പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുകരിക്കുന്നതായിരിക്കണം. ജന്മനാ അന്ധനായവൻ വർണ്ണങ്ങളും രൂപങ്ങളും കാണാൻ കഴിയാത്തതുപോലെ ദൗർഭാഗ്യവാന്മാർക്ക് ഈ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ കഴിയില്ല. ഉഗ്രപ്രതാപിയും പ്രതികാരം ചെയ്യുന്നവനുമായ ദൈവത്തിൻ്റെ പ്രതാപമല്ലാതെ മറ്റൊന്നും തന്നെ ഒരു ദൗർഭാഗ്യവാന്റെ വിഹിതത്തിൽ വരുന്നില്ല. കാരണം അവൻ്റെ പ്രകൃതത്തിൽ കാരുണ്യത്തിൻ്റെ അടയാളങ്ങൾ കാണാൻ സാധ്യമല്ല. ആകർഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിമളം അവർക്ക് ആസ്വദിക്കാനും കഴിയുന്നില്ല. മാത്രമല്ല, ആത്മാർത്ഥമായ നന്മയും സ്നേഹവും വിശാല ഹൃദയവും അവർ അറിയുന്നില്ല. കാരണം അവൻ്റെ പ്രകൃതം അന്ധകാര നിബിഡമാകുന്നു, അതായത് അന്ധമാണ്. എന്നിരിക്കെ അതിലെങ്ങനെയാണ് അനുഗ്രഹത്തിൻ്റെ പ്രകാശം വർഷിക്കുക? മാത്രമല്ല, ദൗർഭാഗ്യവാനായ ഒരാളുടെ അന്ധക്കരണം ഒരു ശക്തമായ കൊടുങ്കാറ്റ് കണക്കെ തിരമാലകൾ ഉയർത്തുന്നു. അവൻ്റെ വികാരങ്ങൾ സത്യവും യാഥാർത്ഥ്യവും കാണുന്നതിൽ നിന്ന് അവനെ തടയുന്നു. അതിനാൽ അവർ സൗഭാഗ്യവാന്മാരെപ്പോലെ ദിവ്യജ്ഞാനത്തിലേക്ക് ചായുന്നില്ല, സത്യത്തിലേക്ക് വരുന്നില്ല. എന്നാൽ സിദ്ദീഖിൻ്റെ സൃഷ്ടിപ്പ് അനുഗ്രഹങ്ങളുടെ ഉറവിടത്തിലേക്ക് ശ്രദ്ധ തിരിയാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മുഖം തിരിക്കാനുള്ള രൂപത്തിലുമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നുബുവത്തിൻ്റെ സവിശേഷതകളുടെ പ്രകടനത്തിൽ എല്ലാ മനുഷ്യന്മാരെക്കാളും കൂടുതൽ അർഹതയുള്ളവനായിരുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാകാൻ ഏറ്റവും പ്രഥമനായിരുന്നു. അദ്ദേഹം തൻ്റെ യജമാനനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അധികം ഐക്യവും താദാത്മ്യവും പ്രാപിക്കാൻ അർഹനായിരുന്നു. മാത്രമല്ല,
അദ്ദേഹം തിരുനബിയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും സ്വാംശീകരിക്കാൻ വ്യക്തിഗതവും അല്ലാത്തതുമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതീകമായിരുന്നു. എത്രത്തോളമെന്നാൽ വാളുകളുടെയോ അമ്പുകളുടെയോ സമ്മർദ്ദങ്ങൾ കൊണ്ട് അവർക്കിടയിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എല്ലാ സമയത്തും ആ അവസ്ഥയിൽ തന്നെ നിലകൊണ്ടു. പ്രയാസങ്ങളും ഭയപ്പെടുത്തുന്ന അവസ്ഥകളും ശാപവർഷങ്ങളും ഒന്നും തന്നെ അദ്ദേഹത്തെ പരിഭ്രാന്തനാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ സത്യസന്ധതയും പരിശുദ്ധിയും സ്ഥൈര്യവും ദൈവഭയവും ഉണ്ടായിരുന്നു. എല്ലാ ലോകവും മുർത്തതാക്കുകയാണെങ്കിലും അദ്ദേഹം അത് ഗൗനിക്കുമായിരുന്നില്ല, പിന്മാറുകയും ചെയ്തിരുന്നില്ല. മറിച്ച് സദാസമയവും തൻ്റെ ചുവടുകൾ മുന്നോട്ട് തന്നെ വെച്ചു. ഇതായിരുന്നു ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിൽ തന്നെ ലീനനാക്കി. ബദരി സഹാബാക്കളെക്കുറിച്ചുള്ള അനുസ്മരണത്തിൽ അവസാനമുണ്ടായിരുന്ന ഈ ഭാഗം ഇവിടെ തീരുകയാണ്. ചില സഹാബാക്കളെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ വിവരിച്ചതിൽ ചില വിശദീകരണങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. അത് പിന്നീട് അവസരം കിട്ടുമ്പോൾ വിവരിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നീട് ബദരി സഹാബാക്കളെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അള്ളാഹു നമുക്ക് ഈ സ്വഹാബാക്കളുടെ പാത പിൻപറ്റിക്കൊണ്ട് നടക്കാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. നമുക്ക് നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശം നൽകുന്നവർ ഇവർ തന്നെയാകട്ടെ. അവർ സ്ഥാപിച്ചെടുത്ത നിലവാരം നമുക്കും സ്ഥാപിക്കാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.